ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചപ്പാത്തിക്കൊപ്പവും പത്തിരിക്കൊപ്പവും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇവ പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കുന്നത് കറിയിൽ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോയാബീൻ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അതുമാത്രം ഞാൻ വീഡിയോ ആക്കി ചെയ്തിട്ടില്ല. അപ്പോൾ ഏകദേശമൊക്കെ നെരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ലെങ്ത്ത് കൂടണ്ട എന്ന് കരുതിയിട്ടാണ് അതൊക്കെ മാറ്റിയത്. സോയാബീൻ ഇനി ഉരുളിയിൽ നിന്ന് നമുക്ക് കോരിയെടുത്ത് മാറ്റാം. മുഴുവനായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലടിയൊക്കെ ഒന്ന് നേരാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് രണ്ട് പട്ടയും 2 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ഉള്ളി കൊത്തി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിൻ്റെയും കൂടി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം വഴറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഉരുളൻകിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് മൂടിയിട്ട് ഒരു 15 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. ഉരുളൻകിഴങ്ങ് ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള സോയാബീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി നമുക്കത് സോയാബീൻ ഇതിലിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പച്ചമുളക് നേരത്തെ നമ്മൾ ചേർക്കാത്തതുകൊണ്ട് അരപ്പിലേക്കാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. 3 പച്ചമുളകും വലിയ ജീരകവും ഒരു 4-5 അല്ലി കശുവണ്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കണം. നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശമൊക്കെ സോയാബീൻ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ആകെ കുരുമുളകും ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഗരം മസാല പൗഡർ ഒന്നും ചേർക്കുന്നില്ല. ഗരം മസാലന് പകരം പട്ടയും ഗ്രാമ്പും നേരത്തെ ഇട്ടതുകൊണ്ട് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് കുറവായതിനാൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുന്നത് പോലെയല്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. തൂമ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ കടുകും കറിവേപ്പിൻ്റെ ഇലയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തൂമ്പിച്ച് വെച്ചതുകൊണ്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളകും ഒക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.